ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസിലൊന്നും ഇല്ല. അപ്പോൾ മിഞ്ഞാത്ത വീഡിയോസിൽ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയിൽ റാഷിദ മാത്രം ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. എന്തായാലും കുട്ടിയുടെ ഇരുത്തിട്ടിന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മാഷാഅല്ലാഹ് എന്തായാലും പെരുന്നാളായി. കുട്ടിയുടെ ഇരുത്തിട്ടിന് ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുമല്ല പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയി. പെരുന്നാളിന് നമുക്ക് ഇപ്രാവശ്യം പെരുന്നാളും കാര്യങ്ങളൊന്നുമില്ല, വേറൊന്നുമല്ല. അന്ന് ജസ്റ്റ് വീണു. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. കാലിന് വയ്യായിട്ട് കാലിൻ്റെ ഇപ്പോൾ അത് നല്ലൊരു മുറിയായിട്ടുണ്ട്. ഇതെന്താ ബ്ലഡ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിക്കണം. എന്നാലും ഇപ്പോൾ ഒരാഴ്ചത്തോളം ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ റാഷിദ വീടിട്ടെന്ന് എന്തൊക്കെ അല്ലാത്ത എന്ത് സഫാനില്ലാത്ത എന്താ കമൻറ്റ് കുറേ ആയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വ്ളോഗായിട്ടല്ല, എന്താ സംഭവം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പല വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും എന്ത് ഇതൊക്കെ കമൻറ്റുകൾ നോക്കുമ്പോൾ എന്താ സഫാനെ പറ്റി എല്ലാവരും അങ്ങനെ വീണെന്ന് പറയാതെ വിഷയമായിട്ടൊന്നും ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പെരുന്തൽമണ്ണെന്ന് വീടതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാല് ഇതായിരിക്കും ചെറിയ മുറിയാന്നുണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയസം കയറിയത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ എടുത്ത് വന്നേരാണ്. ഈ 2 ദിവസം കൂടുമ്പോൾ കാല് ഇതാക്കുന്നുണ്ട്, കെട്ടുന്നുണ്ട്. ഇപ്പോൾ നാളെ ചെല്ലാൻ പറഞ്ഞു പെരുന്നാളായിട്ട്. പെരുന്നാളിന് എന്നോട് ഇനി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആശുപത്രിക്ക്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് നമ്മൾ 10-15 കുടുംബത്തിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കുറേ മെസ്സേജും കോൾസും കാര്യങ്ങളൊക്കെ വന്നു. പ്രാവശ്യം സഹായിക്കാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രാവശ്യങ്ങളൊക്കെ പെരുന്നാളെ സഹായിക്കാൻ പറ്റുമോ, കഴിഞ്ഞ വർഷം സഹായിച്ചിരുന്നില്ലേ, അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരോട് പറഞ്ഞിരുന്നു ഇൻഷാല്ലാഹ് നമുക്ക് വലിയ വിധമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ആൾക്കാർ വിളിച്ചു, ആരൊക്കെ വിളിക്കാണ്ടോ അറിയില്ല. എന്തായാലും അപ്പോൾ ഇപ്രാവശ്യം ഞാനും പെരുന്നാളൊന്നും എടുക്കണില്ല. അപ്പോൾ നമുക്കും പെരുന്നാളില്ലാന്നല്ല, പെരുന്നാൾ ഇതില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം നമ്മളെ പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റുമെന്നോട് ഇത് അമ്മ ചെയ്തിട്ട് ഇൻഷാല്ലാഹ് നിസ്കരിക്കാൻ പോകണം. 10 വയ്യ കുട്ടിയുടെ 28 പോയിട്ടേക്കും പോകാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നൗഫലിൻ്റെ കുട്ടിനെ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. മുന്നേ പ്രസവിച്ചെന്ന് പറഞ്ഞൊക്കെ 3 മണിക്ക് അന്ന് രാത്രി 3 മണിക്ക് ഒരു 12 മണിക്ക് വിളിച്ചതിനാകുമ്പോൾ എല്ലാവർക്കും വിളിച്ചിരുന്നപ്പോൾ പിന്നെ ജിൽഷ വരാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വേണ്ടായിരുന്നു ജിൽഷാനോട്. കോഴിക്കോടാണ് വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവനോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ലോകം ചാവക്കാടുക്ക് വരിക പറഞ്ഞാലോ അങ്ങനെ പിറ്റേ ദിവസം വന്നത് വെയിറ്റും ചെയ്തു. അപ്പോൾ നൗഫൽ ലോകത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ വരാം ഇൻഷാല്ലാഹ്. നൗഫലും അൻവർഷാനും ബിലാലും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് എന്തായാലും അങ്ങനെ അവരൊക്കെ സഹിച്ചു. പക്ഷേ ഇപ്പോഴും നൗഫലിൻ്റെ കുട്ടിനെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവൻ കുറേ ആൾക്കാർ ചോദിക്കണേ നിങ്ങളെ നിങ്ങളെ കുട്ടിനെ കാണാൻ നൗഫലിനെ വന്നിട്ടുണ്ടാകുന്നില്ലേ, എന്ത് നൗഫലിനെ കുട്ടിനെ കാണാൻ പോകാത്ത. അപ്പോൾ ഇതാണ് അവസ്ഥ. ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. നല്ല വേദന ഉണ്ട്, നടക്കാൻ വയ്ക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് എന്നോട് സത്യം പറഞ്ഞ ഡോക്ടർ നോക്കണം ഒരിക്കലും പുറത്തിറങ്ങരുത് കേട്ടോ, നടക്കരുത്, യാത്ര ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ 3-4 ദിവസം ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെരുന്നാളൊക്കെ തലേദിവസമല്ലേ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് നമ്മൾ സ്റ്റുഡിയോക്ക്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ പ്രാവശ്യം എനിക്കൊന്നും പെരുന്നാൾ ഡ്രസ്സായിട്ടൊന്നും ഒരു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ നമുക്ക് അടുത്ത പെരുന്നാൾക്ക് പൊളിക്കാം. പ്രാവശ്യം ഞാനും പെരുന്നാൾ ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മറ്റത്തില്ല ഷർട്ടുമായി തേച്ച് വീട്ടിട്ട് ഇടാനുള്ള പ്ലാനാണ്. എന്തായാലും ഇപ്പം ഇങ്ങനെ വയ്യാതെ കിടക്കാനുണ്ട്. നല്ലൊരു ഇതട്ടോ വേദനയും കാര്യങ്ങളാണ്. നടക്കാൻ വയ്ക്കണില്ല, സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്ക്കണില്ല. ഇന്നലെ കുറേ പീച്ചപ്പോൾ നെയ്സ് കുറേ പീച്ചിരുന്നു കേട്ടോ. നമ്മൾ വല്ലപ്പോഴും മദീന ആശുപത്രിയിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടറും പറഞ്ഞു സഫാൻ എപ്പം നോക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്, ഇങ്ങനെ എല്ലാം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേദന കൂടുകയുള്ളൂ ചെയ്യുക. ഡോക്ടർ നല്ല രീതിക്ക് പറഞ്ഞു തന്നു. നല്ല സ്നേഹമുള്ള ഡോക്ടറാട്ടോ എന്തായാലും മാഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു യൂട്യൂബ് വ്ളോഗായിട്ടോ ഒരു കണ്ടൻറ്റായിട്ടോ ഒന്നും നോക്കണ്ട. നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഒന്നും തോന്നരുത്. പ്രാവശ്യം കുറച്ച് മുന്നേ വിളിച്ചു തന്നു സഫാനിക്ക എവിടെയാണ് ചോദിച്ചിട്ട് അങ്ങനെ സ്റ്റുഡിയോയിലാണ്. നിങ്ങൾ കോലും വയ്യാത്ത നിങ്ങൾ സ്റ്റുഡിയോക്ക് വയ്ക്കലുണ്ട്. കുറേ ചൂടായിട്ടോ, കുറേ ചൂട് ചീത്തക്ക് പറഞ്ഞ് അങ്ങനെ ഇതാക്കി ബാദുഷാനെ രാവിലെ വിളിച്ച് വരുത്തിച്ചതാണ്. അപ്പോൾ എന്തായാലും മക്കളെ ഇത് ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല സംഭവം എന്താണെന്ന് പറഞ്ഞുതരാണ്. ഇപ്പോൾ അല്ല കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് സഫാനിക്ക പ്രാവശ്യം ഡ്രസ്സ് എടുത്തരാന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻഷാല്ലാഹ് എന്തായാലും വലിയ പെരുന്നാളാവട്ടെ. ഞാൻ കുറച്ച് ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊടുത്തിരുന്ന ഡ്രസ്സ് ഞാനല്ല നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ട് കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു.
ആരൊക്കെ കാര്യങ്ങളൊന്നും എടുത്ത് പറയണില്ല. ഒരുപാട് ആൾക്കാർ സഹിച്ചതാണ് പ്രശ്നങ്ങൾ ചെയ്യുന്നത് വിചാരിച്ചത്. ഈ 15 ഒരു 30 അല്ലെങ്കിൽ 50 ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാവരും മാപ്പ് പറയണം. അങ്ങനെ വയ്യായിട്ട് കിടന്ന് കാരണം കൊണ്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് 4-5 ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് അടുത്ത പെരുന്നാക്കോ അങ്ങനെ എന്തെങ്കിലും ഇൻഷാല്ലാ നമുക്ക് പൊളിക്കാം. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്ക്. നാളത്തെ പെരുന്നാളിന് അടിച്ചു പൊളിക്കാൻ നോക്കാം എല്ലാവരും. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വയ്യാത്ത കാലത്ത് എന്നെ തമ്മ ചെയ്തിട്ടാണ് നിസ്കരിക്കാൻ തന്നെ വെള്ളം നനക്കരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. സമ്മം ചെറിയ മുറിയാണ്, പക്ഷെ നല്ല വേദനയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ പെരുന്നാൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ നിങ്ങളെ പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്ക്. അപ്പോൾ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.